എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ ബ്രെഡ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ഇട്ട് കുഴച്ച് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഈ ഒരു ബ്രെഡ് നമ്മൾ കൈ പോലും തൊടണ്ട. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇതൊരു നോനെഡ് ബ്രെഡാണ്. അതായത് നമുക്കിത് കുഴയ്ക്കേണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന് മുൻപ് നമ്മളൊരു വീറ്റ് ബ്രെഡ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തൊരൊന്ന് കണ്ടുകൂടി നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മാവൊന്ന് തൂക്കി നോക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 528 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1 കിലോയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ്. അപ്പോൾ ഒരു 500 ഗ്രാം ഫ്ലോർ വേണം ഇതിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു 3/4 കപ്പ് റോൾഡ് ഓട്സും ഇതിലേക്ക് വേണം. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഉപ്പെന്ന് പറയുമ്പോൾ 1 ടീസ്പൂണെങ്കിലും വേണം ഈ ഒരു ബ്രെഡിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് ഇത് റോൾഡ് ഓട്സ് ആണ്. ഏത് ഓട്സ് വേണമെങ്കിലും ഈ ഒരു ബ്രെഡിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓട്സ് നമ്മൾ പൊടിച്ചൊന്നുമല്ല ഈ ഒരു ബ്രെഡിൽ ചേർക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഓട്സ് ബ്രെഡ് നമുക്ക് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്യാം. പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയും വെച്ചിട്ട് ചെയ്യാം. മുഴുവനെ മൈദ വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലും എടുക്കാം. പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ ഈ ഒരു ബ്രെഡിന് പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ഈ ബട്ടർ ഒരു തടിത്തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കുറച്ചൊരു മധുരമുള്ളൊരു ബ്രെഡാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ മിനിമം ഒരു 1 ടേബിൾ സ്പൂൺ എങ്കിലും ഇതിൽ ചേർത്തിരിക്കണം. എന്നാൽ മാത്രമേ ഈസ്റ്റ് ഇതിൽ ഫെർമെൻ്റായി വരികയുള്ളൂ. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള 1 കപ്പ് പാല്, 240 ml ആണ് 1 കപ്പ് പാൽ കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാരയും ബട്ടറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയും ഓട്സും കൂടിയുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡോ എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടുള്ള ഡോ ആണ്. ലൂസായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കുമ്പോഴാണ് ഇതിൽ ഗ്ലൂട്ടൻ ഡെവലപ്പ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ മാത്രമേ ഇതിലെ ഗ്ലൂട്ടൻ പുറത്ത് വന്നിട്ട് ഈ ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടമൊന്നും പെട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ ഒരു മാവ് നമുക്ക് ഇത് ഫസ്റ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫസ്റ്റ് പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നനഞ്ഞ ഒരു തുണി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടോ നമുക്കിത് ഒരു വാമായിട്ടുള്ള സ്ഥലത്തൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ 1.5 മണിക്കൂറാണ് മാറ്റി വെക്കുന്നത്, ഇത് ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ട്. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വെറും 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്കിതിനി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൂഫിങ് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് സെക്കൻഡ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നല്ല ലൂസാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. കൗണ്ടർ ടോപ്പിലും കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാവ് കൗണ്ടർ ടോപ്പിലേക്കൊരു തവി വെച്ചിട്ടിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇത് മാവ് ഒരുപാട് ലൂസാണെന്ന് വെച്ചിട്ട് വീണ്ടും പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രെഡ് ശരിയായിട്ട് വരില്ല. ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ബ്രെഡ് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വെച്ചിട്ട് തൊടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തൊട്ടി പിടിക്കും. അപ്പോൾ നമ്മളൊരു ബോർഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ബോർഡ് ഇതുപോലൊരു ഞാനൊരു കേക്ക് ഷേപ്പ് ചെയ്യുന്നൊരു കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് ഷേപ്പ് ചെയ്യുന്നൊരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് വീതിയുള്ള നൈഫൊക്കെ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് അവസാനം ഇത് ഷേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ബ്രെഡിൻ്റെ ഒരു ഷേപ്പിൽ നമ്മളിതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം ഒന്ന് കളയുക. നമ്മളിതുപോലെ അവസാനം നമ്മൾ പൊടി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് കൈവച്ചിട്ട് തൊടാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഇത് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഈ ഒരു ബ്രെഡ് നിങ്ങൾക്ക് ഓവനിലും അല്ലാതെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അല്ലാതാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്കിത് ആക്കിയിട്ട് അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലൊരു ബ്രെഡ് ലോഫിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അലുമിനിയത്തിൻ്റെ ബ്രെഡ് ലോഫാണ്. അതിൽ കുറച്ച് ബട്ടറും നമ്മൾ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോ നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രഷർ കുക്കറിലോ നമുക്ക് ചെയ്തെടുക്കാം. കുറഞ്ഞ തീയിലിട്ട് ബേക്ക് ചെയ്ത് എടുക്കാം. നമ്മൾ ബ്രെഡ് ഈ ഒരു ലോഫിൽ നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഇത് വീണ്ടും നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കണം. ഇതൊന്നുകൂടി ഒന്ന് പ്രൂഫ് ചെയ്ത് വരണം. അതിനെയാണ് സെക്കൻഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ അത് പൊങ്ങി വരണം. അപ്പോൾ നമ്മൾ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് ഒരു നനഞ്ഞ തുണി ഒരു സ്ക്യൂവർ സ്റ്റാൻഡിൽ കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്ക്യൂവർ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് തുണി മുകളിലേക്ക് കൂടെ ഇട്ടു. അപ്പോൾ നമ്മളൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നന്നായിട്ട് പ്രൂഫായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം ഒരു ബ്രെഡിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ബ്രെഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് വെക്കാഞ്ഞതിൻ്റെ കാരണം പ്ലാസ്റ്റിക് റാപ്പ് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പ് അങ്ങ് പോവും. അതുകൊണ്ടാണ്. ഇനി ഈ ഒരു ബ്രെഡിന് മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സോ അല്ലാന്നുണ്ടെങ്കിൽ പംകിൻ സീഡ്സ്, ചിയ സീഡ്സ് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഓട്സും അതുപോലെ തന്നെ ചിയ സീഡ്സും ആണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് കുറച്ച് ഓട്സും അതുപോലെ തന്നെ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ ചിയ സീഡ്സ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പകരം നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സോ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്നുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി എള്ളും ഇട്ട് കൊടുക്കാമെന്നാണ്, കറുത്തതോ വെളുത്തതോ ഒക്കെ. അപ്പോൾ ഇതാണ് ചിയ സീഡ്സ്. അപ്പോൾ ഇതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഓവനിലാണെങ്കിലും അല്ലെങ്കിൽ പ്രഷർ കുക്കറിലാണെങ്കിലും എല്ലാം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടുക. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്രെഡ് ബേക്ക് ആകാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ്, അതായത് 40 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇനി ബേക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു ബ്രെഡ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ആകുമ്പോൾ ഇത് വിണ്ട് കീറി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വിണ്ട് കീറുമ്പം മുകളിൽ നിന്ന് തന്നെ അരിക്കണം എന്നില്ല. ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിണ്ട് കീറും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കുക മുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രെഡ് സൈഡിലൊന്നും പൊട്ടിപ്പോകാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുകളിലൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിലത്തെ 2 കോയിൽസും ചൂടായി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു റെഡ് കളറിലുണ്ട്. ഇത് 2 കോയിലും ഹീറ്റാക്കിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അതായത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന അതേ മോഡിലാണ് നമ്മൾ ഈ ഒരു ബ്രെഡും ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ റാക്കിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 40 മിനിറ്റ് കറക്റ്റ് ആയപ്പോഴത്തേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ നമ്മളൊരു കൂളിംഗ് റാക്കിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ബേക്കായി ഉടനെ തന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഉപ്പില്ലാത്ത കുറച്ച് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ലോഫിൽ നിന്ന് ഈ ഒരു ബ്രെഡ് കൂളിംഗ് റാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇത്
അതിൻ്റെ ഒരു ഈർപ്പം ആ ഒരു ട്രേയിൽ വരും. അപ്പോൾ അത് ബ്രെഡ് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്രെഡ് സൈഡിലെങ്ങും പൊട്ടിപ്പോവാതെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡും കൂടിയാണ്. അതുപോലെ ഈ ഒരു ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്, നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡിൽ ഒരുപാട് ഗ്ലൂട്ടൻ ഇല്ലാത്തൊരു ബ്രെഡാണ്. അതുപോലെ തന്നെ ഓട്സ് ഉണ്ട്. പിന്നെ നമ്മളിത് ഒരുപാട് കുഴയ്ക്കുമ്പോൾ അതിലെ ഗ്ലൂട്ടൻ ഒരുപാട് ഡെവലപ്പായിട്ട് ഒരുപാട് അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ പോകും. നമ്മളിങ്ങനെ നോണഡായിട്ട് ബ്രെഡ് ചെയ്യുന്നതാണ് സാധാ ബ്രെഡിനെക്കാട്ടിലും ഒന്നുകൂടെ ഹെൽത്തി. ഇതിൽ നിങ്ങൾ ഹോൾ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രെഡാണ്. അപ്പം ഗോതമ്പ് പൊടി മുഴുവനായിട്ട് വെച്ചിട്ട് ചെയ്യുന്നൊരു ബ്രെഡ് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പറ്റുവാണെങ്കിൽ ഞാൻ ഓവനില്ലാതെയും ഈ ഒരു ബ്രെഡ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചൂടോടെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ബ്രെഡ് തയ്യാറാക്കി തുടങ്ങിയപ്പോൾ തൊട്ട് മക്കൾക്ക് ഇത് വേണം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തു. ഇത് നല്ല സോഫ്റ്റാണ് ഇതുപോലെ. അതുപോലെ ഇതും ബട്ടറും ഹണിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ എടുത്ത പാടെ തന്നെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മക്കൾക്ക് കൊടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അതുപോലെ ഈ ഒരു ബ്രെഡ് നമ്മൾ ഒരുപാട് ഇരിക്കത്തില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ബ്രെഡിൽ കുറേയൊക്കെ തീർന്നു. ഇപ്പോൾ ബാക്കി ഇത്രയും വന്നിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഇതുപോലെ ഒരു ബോക്സിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. എയർ ടൈറ്റായിട്ട് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ വെക്കാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് ദിവസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യത്തിന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്രെഡാണ് ഇത്. നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു പാടുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്